ബംഗ്ലാദേശിൽ തീവെപ്പ് തുടങ്ങി. എന്തിനാണ് തീ വയ്ക്കുന്നത്? ഈ ബംഗ്ലാദേശിൽ നമ്മുടെ മുഹമ്മദ് യൂനിസ് ഒരു ഓർഡർ പുറത്തുവിട്ടു. അതായത് ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ ബ്ലാസ്റ്റ് നടന്നതിന് ശേഷമാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. ഈ ഓർഡർ പുറത്തു വന്ന ശേഷം ഈ ബംഗ്ലാദേശിൽ വലിയ തീവെപ്പുണ്ട്. എന്താണ് ഓർഡർ? അതായത് ഇനി മുതൽ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും അടക്കമുള്ള പല പ്രദേശങ്ങളിലും സംഗീതത്തിനും കായിക വിനോദത്തിനുമായിട്ട് നമ്മൾ നിയമനം നടത്തുന്നില്ല. സംഗീതം ഹറാമാക്കി കളഞ്ഞു. നോബൽ കിട്ടിയ ചെറ്റയാണവൻ. ആര്? മുഹമ്മദ് യൂനിസ്. ഇവനാണ് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അവൻ പറയാണ് സംഗീത ഹറാമാണെന്ന്. ഇവിടെ നമ്മുടെ കേരളത്തിൽ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെയാണ് ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. സംഗീതം കേട്ട് ഏതെങ്കിലും ഒരാൾ നന്നായെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിക്കും. അങ്ങനെയാണെങ്കിൽ കുറേ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ഭയങ്കര എതിർപ്പാണ് ഈ സംഗീതത്തിനൊക്കെ എതിരെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവനൊരു ഉത്തരവിറക്കി ജമാഅത്തെ ഇസ്ലാമിയെ പ്രീണിപ്പിക്കുക. നാട്ടുകാരെല്ലാം കൂടെ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലായി തീവെപ്പും കലാപവും തുടങ്ങിയിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പോരാത്തതിന് പാകിസ്ഥാനിൽ നടന്നതുപോലെ ബംഗ്ലാദേശിൽ 12 ഇടങ്ങളിലാണ് ബോംബ് ബ്ലാസ്റ്റുകൾ ഉണ്ടായത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ അജ്ഞാതന്മാരാണ് ചെയ്യുന്നത് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്.